Hi. Next result എന്താ പറയുക വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു കളക്ഷൻ ഓഫ് കോംപാക്സസ് ഉണ്ട്. എ കളക്ഷൻ K alpha of കോംപാക്സസ്. ആ കളക്ഷൻ്റെ അകത്ത് വേണമെങ്കിൽ കൗണ്ടബിൾ നമ്പർ ഓഫ് കോംപാക്സസ് ആവാം, അൺകൗണ്ടബിൾ നമ്പർ ഓഫ് കോംപാക്സസ് ആവാം, എത്ര ആയാലും കുഴപ്പമില്ല. എ കളക്ഷൻ ഓഫ് കോംപാക്സസ് നമ്മുടെ കയ്യിലുണ്ട്. മാത്രമല്ല അതിനൊരു പ്രത്യേകതയുണ്ട്. ആ കളക്ഷൻ്റെ അകത്ത് നിന്ന് ഏതൊരു ഫൈനൈറ്റ് സബ് കളക്ഷൻ നിങ്ങൾ എടുത്തിട്ട് ഇൻ്റർസെക്ഷൻ എടുത്താലും നോൺ എംപ്റ്റി ആണ്. ഏതൊരു ഫൈനൈറ്റ് സബ് കളക്ഷൻ നമ്മുടെ കയ്യിലുള്ള ആ കളക്ഷൻ ഓഫ് കോംപാക്സസ് ഇല്ലേ, അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് കോംപാക്സസ് കൂടെ കളക്ട് ചെയ്യുക, എനി ഫൈനൈറ്റ് സബ് കളക്ഷൻ. എന്നിട്ട് അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നോൺ എംപ്റ്റിയാണ് കിട്ടുന്നത്. ഇത് വായിച്ചു നോക്കട്ടോ പോസിറ്റ്. ഏതൊരു ഫൈനൈറ്റ് സബ് കളക്ഷൻ്റെയും ഇൻ്റർസെക്ഷൻ നോൺ എംപ്റ്റിയാണ്. അങ്ങനത്തെ ഒരു കളക്ഷൻ ഓഫ് കോംപാക്സസ് ആണ് നമ്മുടെ കയ്യിൽ വിചാരിക്കാം. റിസൾട്ട് എന്താ പറഞ്ഞാൽ അറിയോ? അങ്ങനെയാണെങ്കിൽ ഏതൊരു ഫൈനൈറ്റ് സബ് കളക്ഷൻ്റെയും ഇൻ്റർസെക്ഷൻ നോൺ എംപ്റ്റി ആണെങ്കിൽ നമ്മൾ ആ മൊത്തം കളക്ഷനിലെ അതിൻ്റെ ഇൻ്റർസെക്ഷനും അതിലുള്ള എല്ലാ ആൽഫകളുടെയും ഇൻ്റർസെക്ഷനും എന്തായിരിക്കും? നോൺ എംപ്റ്റി ആയിരിക്കും. യെസ്, ക്ലിയർ ആണല്ലോ? ഇത് കോമ്പാക്റ്റ് നമ്മുടെ കയ്യിലുള്ള കളക്ഷൻ കോമ്പാക്സസിൻ്റെ കളക്ഷൻ അല്ലെങ്കിൽ ഇത് ഹോൾഡ് ചെയ്തുകൊള്ളണം എന്നില്ലാന്ന് ഞാനൊരു എക്സാമ്പിൾ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് ഈ റിസൾട്ടും കൂടുതൽ മനസ്സിലാവും. നോക്കുക, ആർ വിത്ത് യൂഷ്വൽ മെട്രിക്കിൽ En ഈക്വൽ ടു ഓപ്പൺ 0 1 ബൈ n. അതായത് E1 മീൻസ് ഓപ്പൺ 0 1, E2 മീൻസ് ഓപ്പൺ 0 1 ബൈ 2 എക്സെട്ര. ഈ ENകൾ ഇതൊരു കളക്ഷൻ ഓഫ് സെറ്റ്സ് ആണ്. പക്ഷേ ഈ കളക്ഷനിൽപ്പെട്ട സെറ്റുകൾ, അതായത് ENകൾ കോമ്പാക്റ്റ് ആണോ? അല്ല. നിങ്ങൾക്കറിയാം ഏതൊരു മെട്രിക് സ്പേസിലും കോമ്പാക്ട് സെറ്റ് എന്താണ്? ക്ലോസ്ഡ് ആണ്. ഈ ENകളൊന്നും ക്ലോസ്ഡ് അല്ലാത്തതുകൊണ്ട് ഇതൊന്നും എന്തല്ല, കോമ്പാക്ട് സെറ്റ് അല്ല. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിലും ഒരു കളക്ഷൻ ഓഫ് സെറ്റ്സ് കിട്ടി, പക്ഷേ ഇതെന്തല്ല, കോമ്പാക്ട് സെറ്റുകളല്ല ആ കളക്ഷനിനകത്തുള്ളവർ. പക്ഷേ ഇതിന് ഈ പറഞ്ഞ പ്രത്യേകത ഇതിനുണ്ട്. അതായത് ഇതിൻ്റെ ഏതൊരു ഫൈനൈറ്റ് സബ് കളക്ഷൻ നിങ്ങൾ എടുത്തു നോക്ക്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ E1 E2 E6 എടുത്തു നോക്കും. പോസിറ്റീവായിട്ട് എടുത്തു നോക്കിയിട്ട് ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ഇതൊരു ഫൈനൈറ്റ് സബ് കളക്ഷനാണ് അതിൻ്റെ, നമ്മുടെ കളക്ഷൻ്റെ. ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്താ വരിക? E1 ഇൻ്റർസെക്ഷൻ E2 ഇൻ്റർസെക്ഷൻ E6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി E6 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഓപ്പൺ 0 1 ബൈ 6. ഒക്കെ പോസിറ്റീവ് മനസ്സിലാക്കുക. അപ്പോൾ ഇത് നോൺ എംപ്റ്റി അല്ലേ? ഇതേപോലെ നിങ്ങൾക്ക് പോസിറ്റീവ് ആലോചിച്ചാൽ മനസ്സിലാവും. ഇതിൻ്റെ ഈ കളക്ഷൻ്റെ ഏതൊരു ഫൈനൈറ്റ് സബ് കളക്ഷൻ, അതായത് ഫൈനൈറ്റ് നമ്പർ ഓഫ് ENകളും കൂടെ എടുത്തിട്ട് ഇൻ്റർസെക്ഷൻ എടുത്താൽ നിങ്ങൾക്ക് നോൺ എംപ്റ്റിയെ കിട്ടുള്ളൂ. നോൺ എംപ്റ്റി ഇൻ്റർസെക്ഷൻ കിട്ടും, നിർബന്ധമാണ്. അത് നിങ്ങളൊന്ന് പോസിറ്റീവ് മനസ്സിലാക്കിയാൽ മതി. അതായത് ഈ സെക്കൻഡ് പ്രോപ്പർട്ടി ഇതിനുണ്ട്. പക്ഷേ ഇത് മൊത്തം നിങ്ങളൊന്ന് ഇൻ്റർസെക്ഷൻ എടുത്ത് നോക്ക്. അതായത് ഇൻ്റർസെക്ഷൻ n ഈക്വൽ ടു 1 to infinity En. ഈ എല്ലാ ENലും പെട്ട ഒരാളുണ്ടോ? ഇതിങ്ങനെ ചുരുക്കി 0ലേക്ക് വരിക. അങ്ങനെ ഇതിൽ എല്ലാ ENലും പെട്ട ഒരാളുണ്ടാവുകയാണെങ്കിൽ 0 ആയിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ 0 നമ്മൾ ഏതെങ്കിലും സെറ്റിലുണ്ടോ? ഒക്കെ നിങ്ങൾ പോസിറ്റീവ് മനസ്സിലാക്കുക. ഈ എല്ലാ ENലും പെട്ട ഒരു പോയിൻ്റ് ഇല്ല. നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ നോക്കുക, കോമ്പാക്റ്റ് അല്ല നമ്മുടെ കളക്ഷൻ. അതുകൊണ്ട് തന്നെ ഇതാ ഈ ഇൻ്റർസെക്ഷൻ, ആ കളക്ഷനിലെ മൊത്തം ഇൻ്റർസെക്ഷൻ നോൺ എംപ്റ്റി ആയി കിട്ടിക്കൊള്ളണം എന്നല്ലാതെ ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ ഇൻ്റർസെക്ഷൻ എംപ്റ്റി ആയിപ്പോയി. പക്ഷേ തീരം പറഞ്ഞത് നമ്മുടെ കയ്യിലുള്ള കളക്ഷൻ, ഈ പ്രോപ്പർട്ടിയുള്ള ഒരു കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ആ കളക്ഷനിലുള്ളവരൊക്കെ കോമ്പാക്റ്റും ആണെങ്കിൽ മൊത്തം ആ കളക്ഷനിലുള്ളവരുടെ മൊത്തം ഇൻ്റർസെക്ഷനും നോൺ എംപ്റ്റി ആയിരിക്കുന്നുള്ളത്. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പക്ക മനസ്സിലാക്കട്ടോ. ഞാൻ പ്രൂഫിലേക്ക് പോവാണ്. ഇതിൻ്റെ പ്രൂഫ് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ഉപയോഗിച്ചിട്ടാണ്. അതായത് നമ്മുടെ കയ്യിൽ എ കളക്ഷൻ ഓഫ് കോമ്പാക്സസ് ഉണ്ട്, കളക്ഷൻ K alpha ഓഫ് കോമ്പാക്സസ് ഉണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. അതായത് അതിൻ്റെ ഏതൊരു ഫൈനൈറ്റ് സബ് കളക്ഷൻ എടുത്തിട്ട് ഇൻ്റർസെക്ഷൻ എടുത്താലും നോൺ എംപ്റ്റിയും കിട്ടുന്നുണ്ട്. ബട്ട് ഇത് ഹോൾഡ് ചെയ്യുന്നില്ല. അതായത് ആ കളക്ഷനിൽ അവരുടെ മൊത്തം ഇൻ്റർസെക്ഷൻ നോൺ എംപ്റ്റി അല്ല. ദാറ്റ് ഈസ് സപ്പോസ് ഇൻ്റർസെക്ഷൻ K alpha ഈസ് എംപ്റ്റി. അപ്പോൾ എന്താ കുഴപ്പം നോക്കുക. ഈ കളക്ഷൻ K alphaൻ്റെ പ്രത്യേകത എന്താണ്? അതൊക്കെ കോമ്പാക്റ്റ് ആണ്. മാത്രമല്ല ഇതിൻ്റെ ഏതൊരു ഫൈനൈറ്റ് സബ് കളക്ഷൻ ഇൻ്റർസെക്ഷൻ എടുത്താൽ അത് നോൺ എംപ്റ്റി ആണ്. പക്ഷേ മൊത്തം ഇൻ്റർസെക്ഷൻ എംപ്റ്റി ആണെങ്കിൽ എന്താ കുഴപ്പം നോക്കുക. ഒരു കോൺട്രഡിക്ഷനിൽ എത്തിച്ചേരും. ഞാൻ നേരെ പ്രൂഫിലേക്ക് പോകണേ. അപ്പോൾ ഈ കളക്ഷൻ, ഈ K alphaകളൊക്കെ കോമ്പാക്റ്റ് ആണെന്ന് നിങ്ങൾക്കറിയാലോ. അതിൻ്റെ അകത്തുള്ള ആ കളക്ഷനിലുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കോമ്പാക്ട് സെറ്റ് എടുത്തോ, അതിനെ ഫിക്സ് ചെയ്തോ, എന്നിട്ട് അതിനെ K1 എന്ന് വിളിച്ചോ. ഇഷ്ടമുള്ള ഒരു K alpha ഒരു കോമ്പാക്ട് സെറ്റ് എടുക്കുക, അതിനെ ഞാൻ K1 എന്ന് വിളിക്കുകയാണ്. ഈ കളക്ഷനിലുള്ളതാണല്ലോ ഈ K1. അപ്പോൾ ഈ K1 എന്താണ്? കോമ്പാക്റ്റ് ആണ്. ഈ K1ൻ്റെ ഏതൊരു ഓപ്പൺ കവറിനും ഒരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടാവുന്ന അപ്പം നമുക്കറിയാം, ഒക്കെ അറിയാവുന്നതാണ്. ഓക്കെ, ഇത് നിങ്ങൾ ഓർമ്മയിൽ വേണം. ഈ മൊത്തം K alphaകളുടെ ഇൻ്റർസെക്ഷൻ എന്താണ്? എംപ്റ്റി ആണ്. ഈ K alphaയിൽ നമ്മളെ K1 ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി നോക്ക്, ഈ K1ൻ്റെ അകത്തുള്ള ഒരു പോയിൻ്റ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ
പി ബിലോങ്സ് ടു K1 എടുത്ത് വിചാരിച്ചോ. ഈ K1 ഈ പി എല്ലാ K ആൽഫയിലും ഉണ്ടാവുമോ? ഉണ്ടായാൽ പിന്നെ ഇൻ്റർസെക്ഷൻ എം ടി ആവുമോ? ഈ ഇൻ്റർസെക്ഷൻ എം ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാ K ആൽഫയിലും കോമൺ ആയിട്ട് ഒരാളില്ലാന്നല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ K1 ഈ K ആൽഫയിലുള്ള ഏതോ ഒരു K ആൽഫാണ് ഈ K1 നമ്മൾ വിളിച്ചത് ഞാൻ പറഞ്ഞു. അപ്പം ഈ K1ലുള്ള ഒരു പോയിൻ്റ് എടുത്തിട്ട് ആ പോയിൻ്റ് എല്ലാ K ആൽഫയിലും ഉണ്ടായ ഇൻ്റർസെക്ഷൻ പിന്നെ എന്തായിപ്പോയി? നോൺ എം ടി ആയിപ്പോയി. അപ്പോൾ ഇൻ്റർസെക്ഷൻ എം ടി എന്ന് നമ്മൾ അസ്യൂം ചെയ്തതുകൊണ്ട് ഈ K1ൻ്റെ അകത്ത് ഞാനൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതില്ലാത്ത ഒരു K ആൽഫെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഷുവറല്ല കാര്യം പോസിറ്റീവ് മനസ്സിലാക്കുക. ഇംപ്ലൈസ് there exists a K alpha such that P doesn't belongs to K alpha. ആ പി ഇല്ലാത്ത ഒരു K ആൽഫെങ്കിലും ഉണ്ടാവണം. കാരണം എന്താണ്? എല്ലാ K ആൽഫയിലും കോമൺ ആയിട്ട് ആരും ഇല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ K1ൻ്റെ അകത്ത് നിന്ന് K1 ഈ K ആൽഫ ഈ കലക്ഷനിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഈ K1. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതെല്ലാ K ആൽഫയിലും ഉണ്ടാകാൻ പറ്റില്ല. ഏതോ ഒരു K ആൽഫെങ്കിലും ഉണ്ടാവും ആ പോയിൻ്റ് ഇല്ലാത്ത. അപ്പോൾ ഇവിടെ എനിക്ക് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഈ പി അപ്പോൾ എവിടെ പോവും? ആ K ആൽഫൻ്റെ കോംപ്ലിമെൻറ്റ് പോവുമല്ലോ. അപ്പോൾ നമ്മളെ സെറ്റിൻ്റെ അകത്തുനിന്ന് ഈ നമ്മൾ ഈ ഫിക്സ് ചെയ്തെടുത്ത ഈ K1ൻ്റെ അകത്തുനിന്ന് ഏതൊരു പോയിൻ്റ് എടുത്താലും അത് ഉള്ള ഏതോ ഒരു K ആൽഫ കോംപ്ലിമെൻ്റ് ഉണ്ടാവും. അത് ഏതോ ഒരു K ആൽഫിൻ്റെ കോംപ്ലിമെൻ്റ് ഉണ്ടാവും. അത് ഷുവറാണ്, ഉറപ്പല്ലേ? പോസിറ്റീവ് മനസ്സിലാക്കണം. ഏതൊരു പോയിൻ്റ് എടുത്താലും അത് ഏതോ ഒരു K ആൽഫിൻ്റെ കോംപ്ലിമെൻറ്റിൽ വരും. ഷുവർ, 100%. ഈ ആർഗ്യുമെൻ്റ് റെഡിയാണ്. ഓക്കെ, അപ്പോൾ നോക്ക്, ഈ K ആൽഫ ഒരു ഓർമ്മ നിങ്ങളുടെ കയ്യിൽ വേണം. നമ്മൾ K ആൽഫ കോമ്പാക്റ്റ് ആണ്. കോമ്പാക്ട് സെറ്റൊക്കെ ക്ലോസറാണ്. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് K ആൽഫിൻ്റെ കോംപ്ലിമെൻ്റ് എപ്പോൾ എന്തായിരിക്കും? ക്ലോസർ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്താണ്? ഓപ്പൺ സെറ്റാണ്. അപ്പോൾ ഈ K ആൽഫ കോംപ്ലിമെൻ്റ് എന്താണ്? ഒരു ഓപ്പൺ സെറ്റാണ്. ഇത് നോക്കുക, ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഏതൊരു പോയിൻ്റ് എടുത്താലും അത് ഏതോ ഒരു K ആൽഫിൻ്റെ കോംപ്ലിമെൻ്റ് ഉണ്ടെന്ന് അറിയാലോ. അപ്പോൾ നിങ്ങൾ ഈ K ആൽഫകളുടെ കോംപ്ലിമെൻറ്റുകളൊക്കെ എടുത്തു നോക്ക്. എല്ലാ K ആൽഫിൻ്റെയും കോംപ്ലിമെൻ്റ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ യൂണിയൻ എടുത്തു നോക്ക്. യൂണിയൻ ആൽഫ. എല്ലാ K ആൽഫിൻ്റെയും കോംപ്ലിമെൻ്റ് എടുക്കുക, എന്നിട്ട് യൂണിയൻ എടുക്കുക. അപ്പോൾ അതിൽ നമ്മൾ ഈ K1-ലുള്ളവരൊക്കെ വരില്ലേ? കാരണം എന്താ? K1ൻ്റെ അകത്തുള്ള ഓരോ പോയിൻറ്റും ഏതോ ഒരു K ആൽഫിൻ്റെ കോംപ്ലിമെൻറ്റിലല്ലേ. അപ്പോൾ ഈ K ആൽഫകളുടെ കോംപ്ലിമെൻറ്റ് മൊത്തം എടുത്ത് കഴിഞ്ഞിട്ട് യൂണിയൻ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ K1 മൊത്തം വരും. ഷുവറല്ലേ? പോസിറ്റീവ് മനസ്സിലാക്കുക. K1 സബ്സെറ്റ് ഓഫ് ദിസ് യൂണിയൻ. നോക്കൂ, ഓരോ K ആൽഫയും ഞാൻ പറഞ്ഞു ഓൾറെഡി കോമ്പാക്റ്റ് ആണ്, അതുകൊണ്ട് ക്ലോസറാണ്. അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് K ആൽഫ കോംപ്ലിമെൻറ്റ്. അതുകൊണ്ട് തന്നെ ക്ലോസർ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആണ്. സോ ദിസ് ഇസ് ഓപ്പൺ. ഈ സെറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ ഇത് ഓപ്പൺ സെറ്റുകളുടെ യൂണിയൻ ആണ്. സോ ദിസ് ഈസ് എൻ ഓപ്പൺ കവർ ഫോർ K1. നമുക്കറിയാം K1 എന്താണ്? കോമ്പാക്റ്റ് ആണ്. അപ്പോൾ ഈ ഓപ്പൺ കവർ എന്തുണ്ടാവും? ഒരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടാവും. ഷുവറാണല്ലോ. ആ ഫൈനൈറ്റ് സബ് കവർ ഞാൻ എടുത്ത് ചെയ്തിട്ട് K1 സബ്സെറ്റ് K ആൽഫ 1 ഒരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടാവും. അത് ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. K ആൽഫ 1 കോംപ്ലിമെൻറ്റ് യൂണിയൻ എക്സെട്ര യൂണിയൻ K ആൽഫ n കോംപ്ലിമെൻറ്റ് ഉണ്ടാവുന്ന ഉറപ്പാണല്ലോ. കാരണം K1 കോമ്പാക്റ്റ്. ഇതിനെനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ദിസ് ഈസ് ഈക്വൽ ടു K ആൽഫ 1 ഇൻ്റർസെക്ഷൻ എക്സെട്ര ഇൻ്റർസെക്ഷൻ K ആൽഫ n ദി ഹോൾ കോംപ്ലിമെൻറ്റ് എഴുതിക്കൂടെ? ഡി മോർഗാൻസ് ലോ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ K1 ഈ ഇൻ്റർസെക്ഷൻ്റെ കോംപ്ലിമെൻറ്റിലുള്ളത് അല്ലേ? K1 ഈ സബ്സെറ്റ് ഓഫ് ദിസ് സെറ്റ്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ്റെ കോംപ്ലിമെൻറ്റ്, ഇൻ്റർസെക്ഷൻ്റെ പുറത്താണ് നമ്മൾ K1-ലുള്ളൊരു മൊത്തം. അപ്പോൾ K1-ൽ ആരെങ്കിലും ഇതിൻ്റെ ഉള്ളിലുള്ള സെറ്റിലുണ്ടാവുമോ? ഇല്ല, കാരണം അതിൻ്റെ കോംപ്ലിമെൻറ്റിലാണ് K1-ഉള്ളത്. അപ്പോൾ എനിക്കിങ്ങനെ എഴുതിക്കൂടെ? K1 ഇൻ്റർസെക്ഷൻ K ആൽഫ 1 ഇൻ്റർസെക്ഷൻ എക്സെട്ര ഇൻ്റർസെക്ഷൻ K ആൽഫ n. അപ്പോൾ എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്ക്. K1 എന്താണ്? ഈ സെറ്റിൻ്റെ പുറത്താണ്. K1 ഈ സബ്സെറ്റ് ഓഫ് ഇറ്റ്സ് കോംപ്ലിമെൻറ്റ്. ഈ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റിലാണ് ആരുള്ളത്? K1 ഉള്ളത്. K1-ലെ എല്ലാവരും ഇതിൻ്റെ പുറത്താണുള്ളത്. കാരണം ആ കോംപ്ലിമെൻറ്റിൻ്റെ സബ്സെറ്റാണ് K1. അപ്പോൾ അതുകൊണ്ട് ഈ K1-ലും ഈ സെറ്റിലും ഇതിൻ്റെ ഉള്ളിലുള്ള സെറ്റിലും നമ്മൾ കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. സോ ദിസ് ഇൻ്റർസെക്ഷൻ വിൽ ബി എം ടി. പോസിറ്റീവ് മനസ്സിലാക്കുക. ആലോചിച്ച് നോക്ക്, നമ്മളിപ്പോൾ എന്താ എത്തിച്ചേർന്നത്? ഈ K1 നമ്മളെന്താ ഓൾറെഡി ഈ കലക്ഷൻ്റെ അകത്തുനിന്ന് ഒരാളെ കൊണ്ട് ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ K1 വിളിച്ചത് അല്ലേ? അപ്പോൾ K1 ഈ കലക്ഷനിലുള്ള ഒരാളാണ്. ഈ ഒരു കോമ്പാക്ട് സെറ്റാണ്. K ആൽഫ 1 എക്സെട്ര K ആൽഫ n ഒക്കെ ഈ കലക്ഷനിലുള്ള കോമ്പാക്ട് സെറ്റുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൈറ്റ് സബ് കലക്ഷൻ അല്ലേ ഇത്? അതിൻ്റെ ഇൻ്റർസെക്ഷൻ ഇപ്പോൾ എന്തായിട്ട് എം ടി പോയില്ലേ? നമ്മൾ അസംഷൻ എന്തായിരുന്നു? ഈ കലക്ഷൻ്റെ ഏതൊരു ഫൈനൈറ്റ് സബ് കലക്ഷൻ എടുത്താലും അതിന് ഇൻ്റർസെക്ഷൻ എന്താണെന്ന് നമ്മൾ അസ്യൂം ചെയ്തത്? നോൺ എം ടി ആണെന്നല്ല. പക്ഷേ നമ്മൾ ഇങ്ങനെ അസ്യൂം ചെയ്തപ്പം
ഒരു ഫൈനൈറ്റ് സബ് കളക്ഷൻ നമുക്ക് കിട്ടി സച്ച് ദാറ്റ് അതിന് ഇൻ്റർസെക്ഷൻ എന്തായിപ്പോയി എം ടി ആയിപ്പോയി. കോൺട്രഡിക്ഷൻ ആയോ അല്ലേ? അപ്പോൾ ആ കളക്ഷനുള്ള മൊത്തം സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ എം ടി ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷനിൽ എത്തിച്ചേരും. വിച്ച് മീൻസ് ആ കളക്ഷൻ്റെ മൊത്തം ഇൻ്റർസെക്ഷൻ നോൺ എം ടി ആണ്. ക്ലിയർ ആണല്ലോ? ഇനി ഞാനൊരു കൊറോളയും കൂടി പറയട്ടെ. കൊറോളറി ഇതാണ്. നമ്മുടെ ഒരു എ സീക്വൻസ് കെൻ ഓഫ് നോൺ എം ടി കോമ്പാക്സസ് നമ്മുടെ കയ്യിലുണ്ട്. K1, K2, K3 എക്സെട്ര അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു സീക്വൻസ് ഓഫ് കോമ്പാക്സസ് ഉണ്ട്. അതിൽപ്പെട്ട ആരും തന്നെ എന്തല്ല എം ടി സെറ്റ് അല്ല. അപ്പോൾ സീക്വൻസ് ഓഫ് നോൺ എം ടി കോമ്പാക്സസ് നമ്മുടെ കയ്യിലുണ്ട്. മാത്രമല്ല അതിന് ഈ പറഞ്ഞ പ്രത്യേകതയുണ്ട്, നെസ്റ്റഡ് ആണ്. അതായത് K1, K2 ഇതാ ഇങ്ങനെ പോകും. K1ൻ്റെ ഉള്ളിലാണ് K2, അതിൻ്റെ ഉള്ളിലാണ് K3 എക്സെട്ര അങ്ങനെ പോകുന്നത്. അതാണ് ഈ പറഞ്ഞത്. എ സീക്വൻസ് ഓഫ് നെസ്റ്റഡ് നോൺ എം ടി കോമ്പാക്സസ് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മൊത്തം ഇൻ്റർസെക്ഷൻ ഇങ്ങനെ പോകുന്നതിൻ്റെ മൊത്തം ഇൻ്റർസെക്ഷൻ ഇൻ്റർസെക്ഷൻ n = 1 to infinity Kn എന്തായിരിക്കും? നോൺ എം ടി ആയിരിക്കും. ഇതാണ് റിസൾട്ട് പറയുന്നത്. നിങ്ങൾ തന്നെ പ്രൂവ് ചെയ്യുക. ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. അതായത് എന്താ വേണ്ടത്? നമ്മുടെ കയ്യിൽ ഈ കളക്ഷൻ ഓഫ് കോമ്പാക്സസ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അതിന് എന്ത് പറഞ്ഞാൽ മതി? ഈ പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ. അതിൻ്റെ ഏതൊരു ഫൈനൈറ്റ് സബ് കളക്ഷൻ എടുത്ത് ഇൻ്റർസെക്ഷൻ എടുത്താലും നോൺ എം ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഇത് കിട്ടിയില്ലേ അല്ലേ? നമ്മുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് കോമ്പാക്സസ് നമ്മുടെ കയ്യിലുണ്ട്. അതിന് ഏതൊരു ഫൈനൈറ്റ് സബ് കളക്ഷൻ എടുത്താലും ഇൻ്റർസെക്ഷൻ നോൺ എം ടി ആണെങ്കിൽ അതിൻ്റെ മൊത്തം ഇൻ്റർസെക്ഷനും നോൺ എം ടി ആയിരിക്കുന്നില്ല. നമുക്കും വേണ്ടി ഇവിടെ മൊത്തം ഇൻ്റർസെക്ഷൻ നോൺ എം ടി ആണെന്ന് കാണിക്കില്ല. നമ്മുടെ കയ്യിലും ഒരു കളക്ഷൻ ഓഫ് കോമ്പാക്സസാണ് കയ്യിലുള്ളത്. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി അപ്പം ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ? അതിൻ്റെ ഏതൊരു ഫൈനൈറ്റ് സബ് കളക്ഷൻ എടുത്തിട്ട് ഇൻ്റർസെക്ഷൻ എടുത്താലും നോൺ എം ടി ആണെന്ന് കാണിച്ചാൽ പോരെ? അത് നിങ്ങളൊന്ന് സ്വന്തമായി ചെയ്ത് നോക്കി, ഈസിയാണ്. സോ ബൈ ദിസ് റിസൾട്ട് ഈ കൊറോളറി നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും.